Morning. Today we are going to discuss hydraulic coefficients. There are four hydraulic coefficients. Those are coefficient of velocity, coefficient of contraction, coefficient of discharge, and coefficient of resistance. Coefficient of contraction. It is represented as C suffix C. Coefficient of contraction is defined as the ratio of area of jet at vena contracta to area of orifice. Vena contractയിലുള്ള ജെറ്റിൻ്റെ ഏരിയയും ഒറിഫൈസിൻ്റെ ഏരിയയും തമ്മിലുള്ള റേഷ്യോയെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷൻ്റെ വാല്യൂ ഒറിഫൈസിൻ്റെ ഷേപ്പിനും സൈസിനും അനുസരിച്ച് വാരി ചെയ്യുന്നുണ്ട്. ഒരു റേഞ്ച് പറയുകയാണെങ്കിൽ 0.61 തൊട്ട് 0.65 വരെയാണ്. നമ്മൾ ആവറേജ് വാല്യൂ ആയിട്ട് എടുക്കുന്നത് 0.64 ആണ്. വി ക്യാൻ റൈറ്റ് മാത്തമാറ്റിക്കലി ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷൻ ആസ് ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ഒറിഫൈസ്. ഏരിയ ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ സഫിക്സ് ജെ. Area of orifice is represented by a suffix O. From this we can write area of jet at vena contracta is equal to coefficient of contraction Cc into area of orifice AO. Second hydraulic coefficient is coefficient of velocity. It is represented as C suffix V. വാട്ടറും ഒറിഫൈസിൻ്റെ സൈഡും തമ്മിലുള്ള ഫ്രിക്ഷന് വെലോസിറ്റിയിൽ ഒരു റിഡക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് വീന കോൺട്രാക്റ്റ ടു തിയററ്റിക്കൽ വെലോസിറ്റി. വീന കോൺട്രാക്റ്റയിലുള്ള ജെറ്റിൻ്റെ ആക്ച്വൽ വെലോസിറ്റിയും തിയററ്റിക്കൽ വെലോസിറ്റിയും തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയുടെ വാല്യൂവിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0.95 തൊട്ട് 0.99 വരെയാണ്. ആവറേജ് വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്നത് 0.98 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി സി വി ഇസ് ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2gh. വി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വെലോസിറ്റി, തിയററ്റിക്കൽ വെലോസിറ്റി ആണ് റൂട്ട് ഓഫ് 2gh. From this we can write actual velocity V is equal to CV into root of 2gh. CV coefficient of velocity ആണ്, V actual velocity ആണ്, ക്യാപിറ്റൽ ലെറ്റർ H ഹെഡ് കോസിങ് ഫ്ലോ ആണ്, ഫ്ലോക്ക് കാരണമായിട്ടുള്ള ഹെഡ് ആണ്. തേർഡ് ഹൈഡ്രോളിക് കോഎഫിഷ്യന്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ C സഫിക്സ് D. സ്മോൾ ലെറ്റർ ഡി ആണ്. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയിൽ സ്മോൾ ലെറ്റർ വി ആണ് സഫിക്സ് വരുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷനിൽ സ്മോൾ ലെറ്റർ സി ആണ് സഫിക്സ് വരുന്നത്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഈസ് ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് ആക്ച്വൽ ഡിസ്ചാർജ് ടു ദി തിയററ്റിക്കൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജും തിയററ്റിക്കൽ ഡിസ്ചാർജും തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജിൻ്റെ വാല്യൂ വേരി ചെയ്യുന്നത് 0.6നും 0.62നും ഇടയിലാണ്. വി ക്യാൻ റൈറ്റ് മാത്തമാറ്റിക്കലി ആസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഇസ് ഈക്വൽ ടു ക്യൂ ആക്ച്വൽ ഡിവൈഡഡ് ബൈ ക്യൂ തിയററ്റിക്കൽ. വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ഡിസ്ചാർജ് ക്യൂ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഫ്രം ദിസ് തിയററ്റിക്കൽ ഡിസ്ചാർജ് ക്യൂ തിയററ്റിക്കൽ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു തിയററ്റിക്കൽ വെലോസിറ്റി. ഓക്കെ, ഇവിടെ ഏരിയ വരുന്നത് ഒറിഫൈസിൻ്റെ ഏരിയ ആണ്, തിയററ്റിക്കൽ വെലോസിറ്റി വരുന്നത് റൂട്ട് ഓഫ് 2gh ആണ്. നമ്മൾ ഓൾറെഡി കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയുടെ കേസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ ആക്ച്വൽ ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഏരിയ അറ്റ് വീന കോൺട്രാക്റ്റ ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ്. വീന കോൺട്രാക്റ്റയിലെ ആക്ച്വൽ ഏരിയയും ജെറ്റിൻ്റെ ആക്ച്വൽ വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റാണ് ആക്ച്വൽ ഡിസ്ചാർജ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ ആക്ച്വൽ ഇസ് ഈക്വൽ ടു ആക്ച്വൽ ഏരിയ ടു വീന കോൺട്രാക്റ്റ ഇൻറ്റു ആക്ച്വൽ വെലോസിറ്റി ഓഫ് ജെറ്റ്.
ജെറ്റിൻ്റെ ആക്ച്വൽ വെലോസിറ്റിയും വീന കോൺട്രാക്റ്റയിലുള്ള ജെറ്റിൻ്റെ ആക്ച്വൽ ഏരിയയും തമ്മിലുള്ള പ്രൊഡക്റ്റാണ് ആക്ച്വൽ ഡിസ്ചാർജ്. വീന കോൺട്രാക്റ്റയിലുള്ള ജെറ്റിൻ്റെ ആക്ച്വൽ ഏരിയ എന്ന് പറയുന്നത് CC ഇൻറ്റു AO ആയിരിക്കും. നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷൻ ഡിസ്കസ് ചെയ്തപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ജെറ്റിൻ്റെ ആക്ച്വൽ വെലോസിറ്റി എന്ന് പറയുന്നത് CV ഇൻറ്റു √2gh ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി പഠിച്ചപ്പോൾ അത് ഡിസ്കസ് ചെയ്തിരുന്നു. Then coefficient of discharge CD is equal to actual discharge CC into AO into CV into √2gh divided by theoretical discharge AO into √2gh. AO ക്യാൻസൽ ആയി പോകുന്നു, √2gh √2gh ക്യാൻസൽ ആയി പോകുന്നു. Then we are obtaining CD is equal to CC into CV. ഇത് തന്നെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജും കോഎഫിഷ്യൻ്റ് ഓഫ് കൺട്രാക്ഷനും കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ലാസ്റ്റ് ഹൈഡ്രോളിക് കോഎഫിഷ്യൻ്റ് ഈസ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. It is the ratio between the loss of head in orifice to the head above orifice. ഒറിഫൈസിലെ ഹെഡ് ലോസും അതുപോലെ ഒറിഫൈസിന് മുകളിലുള്ള ഹെഡും തമ്മിലുള്ള റേഷ്യോ ആണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഒറിഫൈസിലൂടെ പാസ് ചെയ്തു പോകുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലോസിനെയാണ് കോഎഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് സൂചിപ്പിക്കുന്നത്. So this all about 4 hydraulic coefficients. Today's section we are wind upping here. Okay, thank you.